വിവാഹം കഴിക്കാൻ നിരന്തരം വിസമ്മതിച്ചിരുന്നു ആ സ്ത്രീയെ ഇയാൾ. അതേ തുടർന്നാണ് ആ വിസമ്മതത്തെ തുടർന്നാണത്രേ ആ സ്ത്രീയെ ഇത്ര ദാരുണമായി കൊന്നത്. സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തിരുന്ന സുജാത 3 മാസം മുമ്പാണ് അവിടെ അടുത്തുള്ള നരസപുരയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. സുജാത ജോലിക്ക് പോകുന്ന സമയമായിരുന്നു. അവിടെ കോലാറിന് സമീപം ചിരഞ്ജീവി അവളെ തടഞ്ഞു വെക്കുന്നു. അയാൾ അവളെ പലതവണ കുത്തി. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുജാത മരിച്ചു. ആദ്യ കുത്തേറ്റപ്പോഴുള്ള നിലവിളിയിലാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. നാട്ടുകാരിൽ ചിലർ ആ സംഭവം കാണുകയും ചെയ്തു. പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുന്നതുവരെ അവർ ചിരഞ്ജീവിയെ പിടിച്ചു നിർത്തി, തടഞ്ഞു നിർത്തി, നേരത്തെ കണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഈ സുജാത വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായിരുന്നു. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു സുജാത. ഈ ചിരഞ്ജീവിയും വിവാഹിതനാണ്. അയാൾക്കുമുണ്ട് 2 കുട്ടികൾ. ഹോസ്കോട്ടിലെ ഇൻഡസ് ബാങ്കിലെ ജീവനക്കാരനാണ് ആ പ്രതി. ഒരു ധനകാര്യ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്യുന്നതിനിടയിലാണ് സുജാതയെ പരിചയപ്പെട്ടതെന്നും പണപ്പിരിവ് നടത്താൻ പോകും ആ കമ്പനിക്ക് വേണ്ടി. അങ്ങനെയാണ് പണപ്പിരിവ് നടത്തുന്നതിനിടയിലാണ് സുജാതയെ അടുത്തറിയുന്നതെന്നും ഈ ചിരഞ്ജീവി പോലീസിനോട് പറഞ്ഞു. ആഴ്ചകളായി ഇയാൾ സുജാതയെ വിവാഹത്തിന് നിർബന്ധിച്ച് ഇങ്ങനെ പിന്നാലെ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. വീട്ടുകാർ നൽകുന്ന വിവരമാണ്. ഈ പ്രതിയുടെ നിരന്തരമായിട്ടുള്ള ഈ ശല്യത്തെക്കുറിച്ച് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ് സുജാതയും ആ വീട്ടുകാരും. പക്ഷേ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ മകളുടെ പരാതി അന്ന് പോലീസ് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന്. എന്താണെങ്കിലും സുജാത വിവാഹിതയാണ് എന്നറിഞ്ഞിട്ടും തന്നെ വിവാഹം കഴിക്കാൻ ചിരഞ്ജീവി അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സമയത്തും സുജാത അതിന് വിസമ്മതിച്ചു. ഇത് അവർക്കിടയിൽ വലിയ വലിയ തർക്കങ്ങൾക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ട്. പ്രണയം നിരസിച്ചതാണ് പ്രതിയെ ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു, റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ, കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് പോലീസ്. ഒരു വിവാഹിതയായിട്ടുള്ള 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള സ്ത്രീയാണ് മറ്റൊരു വിവാഹിതനായിട്ടുള്ള പുരുഷൻ വീണ്ടും വിവാഹം കഴിക്കണമെന്ന നിർബന്ധത്തിൽ പ്രണയം തലക്ക് പിടിച്ച് കുത്തിക്കൊന്നു. ഒൻപതാം ക്ലാസ്സുകാരനെ കൊന്ന റെയിൽവേ ട്രാക്കിൽ എറിഞ്ഞു. ദുരഭിമാന കൊലയെന്ന് കുടുംബം. പെൺകുട്ടിയുടെ ബന്ധുക്കൾക്കെതിരെ പരാതി. 3 പേർ കസ്റ്റഡിയിൽ. ഉത്തർപ്രദേശിലെ സഹാറൻപൂര്, അവിടെയാണ് ഈ സംഭവം. 14 വയസ്സ് മാത്രമുള്ള ഒരു ദളിത് ബാലിനെയാണ് നിഷ്ഠൂരമായി കൊന്നത്. കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി തള്ളി. അലിപുര സ്വദേശിയായിട്ടുള്ള മായങ്ക് എന്ന ബാലനാണ് കൊല്ലപ്പെട്ടത്. ഈ കൊലപാതക ശേഷം റെയിൽവേ ട്രാക്കിൽ ആ മൃതദേഹം ആ അക്രമികൾ ഉപേക്ഷിച്ചു. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് വീട്ടുകാർ പറയുന്ന ആരോപണം. ഏതാണ്ട് രാത്രി 12 മണിക്ക് ഒരു ഫോൺ കോൾ വന്നു അനിയന്. ആ ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഈ അനുജൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനുശേഷമാണ് അവന് മൃതദേഹം കാണുന്നതെന്ന് സഹോദരനായിട്ടുള്ള അഭിഷേക് പറയുന്നു. मेरे भाई के पास रात यही कोई 12 बजे कॉल आई और मेरे भाई को फ़ोन करके घर से बाहर बुलाया गया. उसके बाद थोड़ी देर बाद पता चला मेरे भाई के घर के बाहर मतलब रोड पे बजा रखा था. तो फिर जैसे हम घर से बाहर निकले तो घर से भाई मतलब जैसे निकले वहाँ पे दिखा नहीं भाई. तो कोई बात नहीं, हम जैसे टोने लगे उसको, तो क्या नाम है जैसे टोते गए. फिर हम उसको फिर हमारे पास फ़ोन आया और फिर क्या कहते हैं उसको रेल की पटरी के पास हमारे भाई की डेड बॉडी मिली. जब बुलाया था किसने फ़ोन किया? फ़ोन नंबर था इनमें से था. उन्होंने फ़ोन नंबर से फ़ोन किया. 3 मिनट बात हुई थी. 12:45 की पूरी रिपोर्ट है ये. कहाँ पड़ता है भाई आपका?
मेरा भाई यहीं पढ़ता था इंटर कॉलेज में देवबंद, कौन सी क्लास में? 9th क्लास में। कितने साल? 13 साल उम्र। 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യനാണ് ഈ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിന് ഇരയായത്. ദിയോബന്ദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. റെയിൽവേ ട്രാക്കിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കിടക്കുന്നു എന്നുള്ളതായിരുന്നു പോലീസിന് വന്ന ആദ്യത്തെ ഒരു കോള്. നാട്ടുകാരാണ് ഈ കുട്ടിയെ തിരിച്ചറിയുന്നത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇന്ന പയ്യനാണ് എന്ന്. पास इन्होंने बताया कि भाई हमारे बच्चे को गांव के ही पास एक गांव है मेघराजपुर, और उन्होंने कॉल करके बुलाया और उसे चाकू से गोंद को मार दिया गया। तो इन लोगों ने तभी इन्हें पता चला, तो ये सारे में तलाश कर रहे थे, तो उसकी डेड बॉडी रेल आ रही थी। तो रेलवे जो ड्राइवर था उसने अपने वहाँ स्टेशन पे कॉल की कि कोई आदमी यहाँ लाश गिर रहा, उसने ट्रेन भी रोक ली। तो फिर पुलिस को फ़ोन किया गया, तो पुलिस आई और वो डेड बॉडी ले गई। 5 പേർ ചേർന്നാണ് തൻ്റെ കുട്ടിയെ മർദ്ദിച്ചതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. ചിലർ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് എന്നും അയാൾ പറഞ്ഞു പോലീസിനോട്. മായങ്കിന്റെ പെൺസുഹൃത്ത് അവരുടെ വീട്ടുകാർക്കെതിരെയാണ് ഈ മായങ്കിന്റെ കുടുംബത്തിന്റെ പരാതി മുഴുവൻ. പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടിയുടെ അമ്മയും ഉൾപ്പെടെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ട്രെയിൻ ഇടിച്ച് മരിച്ചത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിൽ ആ മൃതദേഹം തള്ളിയത് എന്ന് ആ കുടുംബം ആരോപിക്കുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും നിലവിൽ കസ്റ്റഡിയിലാണ്. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് സൂപ്രണ്ട് ജെയിൻ പറയുന്നു. इन्होंने हत्या का आरोप लगाया और हत्या करके इसका शव जो है रेलवे ट्रैक पर फेंक दिया, ऐसा मृतक के परिजनों का आरोप है। इसमें सभी बिंदुओं पर जांच की जा रही है। तहरीर के आधार पर मुकदमा दर्ज कर लिया गया है। शव को कब्जे में लेकर पोस्टमार्टम की कार्रवाई कराई जा रही है और आसपास के सीसीटीवी कैमरेज और हर एक बिंदु पर जांच की जा रही है। सुरक्षा हेतु गांव में पुलिस पिकेट डिप्लॉय कर दी गई है। कानून व्यवस्था की कोई समस्या नहीं है और जो भी तथ्य इसमें सामने आएंगे उसके आधार पर आगे विधिक कार्रवाई की जाएगी। CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസ്. വലിയൊരു പ്രശ്നസാധ്യതയുണ്ട് ആ സ്ഥലത്ത്. കാരണം ഒരു ദുരഭിമാന കൊല എന്നുള്ള ലേബല് ആ മരണത്തിന് സംഭവിച്ചിട്ടുണ്ട്. ദളിത് ബാലനാണ് ആ പെൺകുട്ടി, ദളിത് വിഭാഗത്തിൽ പെടുന്നതുമല്ല. അതിലുള്ള വൈരാഗ്യം തന്നെ എന്നുള്ള കണക്കുകൂട്ടലിലാണ് ആ ഗ്രാമവാസികളെങ്കിൽ. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും കണക്കിലെടുക്കുന്നില്ല. എന്താണെങ്കിലും വലിയൊരു പോലീസ് സന്നാഹത്തെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. മരിച്ചത് 9ാം ക്ലാസ്സുകാരനാണ്, 14കാരൻ. എന്തിനാണ് ആ പെൺകുട്ടിയുടെ കുടുംബം ആ കൊച്ചു പയ്യനെ ഇല്ലാതാക്കിയതെന്ന് ഇനിയും അവ്യക്തമാണ്. വലിയൊരു സൈബർ തട്ടിപ്പ് ശൃംഖലയെ തകർത്ത് ബംഗളൂരു പോലീസ്. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് നടത്തിയത് 240 കോടി രൂപയുടെ തട്ടിപ്പാണ്. നേതൃത്വം നൽകിയത് അമ്മയും 22കാരനായ മകനും. സാധാരണക്കാരുടെ പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കും ആദ്യം. അങ്ങനെയാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഈ സംഘത്തിന്റെ പ്രധാന പരിപാടി. 22കാരനായിട്ടുള്ള മുഹമ്മദ് ഉസൈഫ്, മാതാവ് ഷബാന അബ്ദുൽ ബാരി, ഇവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള 9 പേരും ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. ഇതൊരു വലിയ ശൃംഖലയായിരുന്നു. സർക്കാർ ആശുപത്രികളിലെ ലേബർ വാർഡുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെത്തി സാധാരണക്കാരെ കണ്ടെത്തും. ഒപ്പം വിദ്യാർത്ഥികളെയും അവരെ സ്വാധീനിക്കും. അവരെ സ്വാധീനിച്ചാണ് പ്രവർത്തനം. 2000 രൂപ മുതൽ 5000 രൂപ വരെ ഇവർക്ക് കമ്മീഷൻ വാഗ്ദാനം ചെയ്യും. അങ്ങനെ ഇവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറപ്പിക്കും. ഈ അക്കൗണ്ട് ഉടമകളുടെ പാസ്ബുക്ക്, ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, സിം കാർഡ് എന്നിവയൊക്കെ പ്രതികൾ ഉപയോഗിക്കും. ഇതുവഴിയാണ് സൈബർ തട്ടിപ്പ് നടത്തി ലഭിച്ച പണം മുഴുവൻ കൈമാറ്റം നടത്തിയിരുന്നത്. പോലീസ് അങ്ങനെയാണ് പറയുന്നത്.
പോലീസ് പറയുന്നു ഈ ശൃംഖലയെ പിടികൂടുക എളുപ്പമായിരുന്നില്ല. കാരണം ഇവരുടെ കണ്ണി അത് വ്യാപിച്ചു കിടക്കുന്നു എന്നാണെങ്കിലും വലിയൊരു ശൃംഖലയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും അഭിമാനവും ബംഗളൂരു പോലീസ് പങ്കുവയ്ക്കും. In this case, 12 people have been arrested. 2 are from Bangalore, rest 10 are from outside state. In this, about 9,000 mule accounts are there all over the country. 1930 complaint had come to in Bangalore also. Along with that, many other places, 1930 complaint is there against this particular app. Total amount as of now, which the police have detected, is around 240 crores, which has been freezed. Out of this, around 24 crores pertain to this particular case. In this connection, around 242 debit cards and 58 mobile phones and about 7 laptops, many passbooks, checkbooks and cryptocurrency book and SIM cards have been seized, totaling around 1 crore worth. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഉസൈഫാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രധാന ഏജന്റ് എന്നാണ് ബംഗളൂരു പോലീസിന്റെ കണ്ടെത്തൽ. 4200ഓളം അക്കൗണ്ടുകളാണ് ഇയാൾ നിയന്ത്രിച്ചിരുന്നത്രേ. പ്രതിവർഷം 25 ലക്ഷം രൂപയിലധികം ഇയാൾക്ക് ഇതുവഴി ലഭിച്ചിരുന്നു. ഈ അക്കൗണ്ടുകൾ കണ്ടെത്താനും അവ നിയന്ത്രിക്കാനും ഈ മകനെ സഹായിച്ചിരുന്നത് അമ്മയായ ഷബാനയായിരുന്നു. 2013 IPL ഒത്തുകളി വിവാദം ആ കേസും അതെല്ലാവർക്കും അറിയാം. അതിലെ പ്രതിയാണ് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വാതുവെപ്പുകാരൻ പ്രേം തനേജ. ആ പ്രേം തനേജയാണ് ഈ സംഘത്തിന്റെ ബുദ്ധികേന്ദ്രമെന്ന് ബംഗളൂരു പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസ് ഇയാൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 9000 അക്കൗണ്ടുകൾ വഴിയായി 240 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ തുകയെല്ലാം മരവിപ്പിക്കുകയും ചെയ്തു പോലീസ്. രാജ്യത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 864 സൈബർ ക്രൈം കേസുകളുമായി സംഘത്തിന് ബന്ധമുണ്ട് എന്നാണ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 242 ഡെബിറ്റ് കാർഡുകൾ, 58 മൊബൈൽ ഫോണുകൾ, 531 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ക്യാഷ്, 33 ചെക്ക് ബുക്ക്, 21 പാസ്ബുക്ക്, ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുടെ രേഖകൾ എന്നിങ്ങനെ പ്രതികളിൽ നിന്ന് വൻതോതിലുള്ള തൊണ്ടി മുതലുകളാണ് ഈ പോലീസ് സംഘം പിടിച്ചെടുത്തത്. ഡൽഹിയിൽ നിന്നും പിടിയിലായ 9 പ്രതികൾ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാനും ഡെബിറ്റ് കാർഡുകൾ വിദേശത്തേക്ക് കടത്താനും സഹായിച്ചതാണെന്നും പോലീസ് പറയുന്നു. One complainant who has invested in this is getting back his 94 lakh rupees also, because his direct account has been we have freezed and got it through legal clearance. This is a very serious case in which in the entire country many cases have been registered. So our team has to follow it up very seriously and find out as to how much the exact value is there. As of now, the prime accused is in Dubai as per our information. We are moving through legal ways how to get him back and see that the case is taken to its logical end. ദുബായിലുള്ള പ്രധാന പ്രതി പ്രേം തനേജയെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രാജ്യത്തെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആ ശ്രമം ആരംഭിച്ചുവെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ഈ KYC മാനദണ്ഡങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്രയധികം അക്കൗണ്ടുകൾ കൈക്കലാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇറാനിലെ തെരുവുകളിൽ പടരുന്ന പ്രതിഷേധങ്ങളും സാമ്പത്തിക അസ്ഥിരതയും കേവലം ഒരു അയൽരാജ്യത്തെ ആഭ്യന്തര പ്രശ്നമായി മാത്രമല്ല ഇന്ത്യ നോക്കിക്കാണുന്നത്. കാശ്മീർ മുതൽ ചബഹാർ വരെ നീളുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങൾക്ക് ഇറാനിലെ ഓരോ ചലനവും നിർണായകമാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിന് സംഭവിക്കുന്ന ഏത് ബലഹീനതയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ സാമ്പത്തിക വെല്ലുവിളിയാണ്. മറുവശത്ത് ഈ സാഹചര്യം പാകിസ്ഥാനും ചൈനയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു എന്നതും വസ്തുതയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നത് കേവലം ഒരു സൗഹൃദ രാജ്യം മാത്രമല്ല,
മധ്യേഷ്യയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കും പ്രവേശിക്കാനുള്ള ഏക വിശ്വസ്തമായ വഴി കൂടിയാണ് ഇത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് കരമാർഗമുള്ള ഗതാഗത അനുമതി നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു. 2024 മെയ് മാസത്തിൽ ഇന്ത്യയും ഇറാനും 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചത് ഈ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ്. ഏകദേശം $120 ദശലക്ഷം നിക്ഷേപവും $250 ദശലക്ഷം ക്രെഡിറ്റ് ലൈനുമാണ് ഈ പദ്ധതിക്കായി ഇന്ത്യ മാറ്റിവെച്ചിരിക്കുന്നത്. ഇറാൻ അസ്ഥിരമായാൽ ഇന്ത്യ വർഷങ്ങളായി പടുത്തുയർത്തിയ ഈ കണക്ടിവിറ്റി ശൃംഖല തകരും. ചബഹാറിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ചരക്കെത്തിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം പാതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്യും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ചബഹാർ തുറമുഖത്തെ ചരക്ക് നീക്കത്തിൽ 34% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഈ പാത ഇന്ത്യക്ക് എത്രത്തോളം ലാഭകരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റമോ ആഭ്യന്തര കലാപമോ ഉണ്ടായാൽ ഈ തന്ത്രപ്രധാനമായ ആസ്തി ചൈനയുടെയോ പാകിസ്ഥാന്റെയോ സ്വാധീന വലയത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട്. ദശകങ്ങളായി പാകിസ്ഥാന്റെ പ്രാദേശിക താൽപ്പര്യങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ഇറാന്റെ നിലപാടുകൾ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. സുന്നി തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ അനുകൂല നീക്കങ്ങളെയും ഇറാൻ എല്ലായ്പ്പോഴും എതിർത്തിരുന്നു. ഷിയ ഭൂരിപക്ഷമുള്ള ഇറാൻ തങ്ങളുടെ അതിർത്തികളിൽ സുന്നി തീവ്രവാദം വളരുന്നത് തടയാൻ ഇന്ത്യയുമായി തന്ത്രപരമായ സഹകരണത്തിൽ ഏർപ്പെട്ടിരുന്നു. 1990കളിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇറാൻ നൽകിയ നിശബ്ദ പിന്തുണ ഇന്ത്യ മറന്നിട്ടില്ല. ഇറാൻ ദുർബലമായ വയോധിക വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ, മുഖത്ത് മാന്തിയ പാടുകൾ, മാലയും കാണാനില്ല. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക, അവിടെ കുമ്പടാജിയിൽ ഈ സംഭവം നടക്കുന്നത് അവിടെയാണ്. മൗവാർ സ്വദേശി പുഷ്പലത, 65 വയസ്സായിരുന്നു ആ വയോധികയുടെ പ്രായം. അവരാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലോട് കൂടിയാണ് മൃതദേഹം വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിൽ കാണപ്പെടുന്നത്. പുഷ്പലതയുടെ കഴുത്തിൽ ഒരു കരിമണിമാല ഉണ്ടായിരുന്നു. ആ മാലയും കാണാതായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മുഖത്തും കഴുത്തിനുമൊക്കെ നഖം കൊണ്ട് മാന്തിയ പാടുകളുണ്ട്. ഭർത്താവിന്റെ മരണശേഷം വർഷങ്ങളായി മൗവാറിലെ വസതിയിൽ തനിച്ച് താമസിക്കുകയാണ് പുഷ്പലത. ഫോണിൽ കിട്ടാത്തതിനെ തുടർന്ന് ബംഗളൂരിൽ താമസിക്കുന്ന സഹോദരിയുടെ മകളാണ് അയൽക്കാരായ ചിലരെ വിളിക്കുന്നത്. ഇതേ തുടർന്ന് ഈ അയൽക്കാർ വീടിനുള്ളിൽ കയറി പരിശോധിക്കുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ മുറിയിലാകെ ഒരു പിടിവലിയൊക്കെ നടന്നതിന്റെ അടയാളങ്ങൾക്ക് വ്യക്തമാണ്. പുഷ്പലതയുടെ മുഖത്തും കഴുത്തിലും മുറിവേറ്റതായിട്ടാണ് ആ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. വിവരമറിഞ്ഞ ബദിയടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും എന്താണ് അതിന്റെ സംഭവം എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. മോഷണത്തിനിടയിലാണോ ഈ മരണം സംഭവിച്ചത് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊലപാതകം തന്നെയാണ് എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പക്ഷേ ആ പരിസരത്ത് CCTV ക്യാമറകൾ കുറവായത് അത് അന്വേഷണത്തിൽ ചെറിയ വെല്ലുവിളിയാകുമോ എന്നുള്ള സംശയമുണ്ട്. മൃതദേഹം വിദഗ്ധമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. പെരിയ വില്ലാരംപതിയിലെ സുബൈദ കൊലക്കേസ്, പനയാൽ ബങ്ങാട് ദേവകി കൊലക്കേസ്, ഈ കേസുകളുമൊക്കെയായി സാമ്യമുള്ളതാണ് ഈ പുഷ്പലതയുടെ മരണമെന്നും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. എന്താണെങ്കിലും നാട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ വന്നു പോകുന്നവർ ആരൊക്കെ, അവിടെ ആരൊക്കെയാണ് ആ സ്ഥലമായിട്ട് കൂടുതൽ പരിചയമുള്ളത് എന്നൊക്കെ അന്വേഷിച്ച് ഒരു വ്യക്തതയിലേക്ക് വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. MVD ഉദ്യോഗസ്ഥനെ കാർ ഇടിച്ചു വീഴ്ത്താൻ ശ്രമം. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിർത്താതെ പാഞ്ഞു. മോഡിഫൈഡ് കാറിനായി അന്വേഷണം.
മലപ്പുറം തിരൂരിലാണ് സംഭവം. സ്കൂൾ യൂണിഫോമിലുള്ള വിദ്യാർത്ഥികളായിരുന്നു ആ കാറ് ഓടിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ പരിശോധനയ്ക്കിടെയാണ് ഈ കാറ് യൂണിഫോമിലുള്ള വിദ്യാർത്ഥികൾ ഓടിക്കുന്നത് കാണുന്നത്. അങ്ങനെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. തിരൂർ പറവണ്ണയിലാണ് ഇത് നടക്കുന്നത്. തിരൂർ കൊടക്കൽ ഭാഗത്ത് വെച്ച് ഉദ്യോഗസ്ഥർ ആദ്യം കൈ കാണിച്ചു ഈ കാറിൽ. പക്ഷേ ആ കാർ നിർത്താതെ പാഞ്ഞു. തുടർന്ന് പറവണ്ണയിൽ വെച്ച് വീണ്ടും തടയാൻ ശ്രമിക്കുകയാണ് MVD ഉദ്യോഗസ്ഥർ. അപ്പോഴായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾ. ഉദ്യോഗസ്ഥൻ വാഹനത്തിന് അടുത്തേക്ക് എത്തിയ ഉടൻ തന്നെ ഡ്രൈവർ കാറ് ഇതാ കാണുന്ന പോലെ അതിവേഗത്തിൽ മുന്നോട്ടെടുത്ത് പാഞ്ഞു. വളരെ നേരിയ വ്യത്യാസത്തിലാണ് ആ ഉദ്യോഗസ്ഥൻ കാറിന് മുന്നിൽപ്പെടാതെ പോയത്. ആ കാറിന്റെ വശത്തായിരുന്നതിനാൽ തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ കാറാണ് എന്ന് കൂടി ഓർക്കണം. മാത്രമല്ല നിയമാനുസൃതമല്ലാത്ത രീതിയിൽ മോഡിഫൈ ചെയ്ത കാറാണ്. നിയമവിരുദ്ധമായി ഇത്തരം മാറ്റങ്ങൾ വരുത്തിയ വാഹനം വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്നു എന്നതാണ് മറ്റൊരു നിയമലംഘനം. MVD ഉദ്യോഗസ്ഥനെ കാർ ഇടിച്ച് വീഴ്ത്താനാണ് അത്തരത്തിൽ ശ്രമിച്ചത്. ഈ മോഡിഫൈഡ് കാർ അത് ആരുടേതാണ്, ആരൊക്കെയാണ് ഓടിച്ചത് എന്നറിയാനുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. ഈ കാഴ്ചകളോടുകൂടി ഇന്നത്തെ 20th അവർ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നിഗൂഢതയുടെ 20 മണിക്കൂർ. നമസ്കാരം.